ADGP ദത്താത്രേയ ഹൊസബാലെ കൂടിക്കാഴ്ച സ്ഥിരീകരിച്ച് RSS നേതാവ് A. ജയകുമാർ. RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് ADGP MR അജിത് കുമാർ മാത്രമല്ല. നിരവധി IPS IAS ഉദ്യോഗസ്ഥരും ചീഫ് സെക്രട്ടറിമാരും RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായല്ല ഏതെങ്കിലും ADGP RSS നേതാക്കളെ കാണാൻ വരുന്നത് എന്നും A. ജയകുമാർ വ്യക്തമാക്കി. ഫേസ്ബുക്കിലൂടെയാണ് A. ജയകുമാറിന്റെ പ്രതികരണം. S. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, എന്തൊക്കെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉള്ളടക്കം? വലിയ വിവാദം നിലനിന്നതാണ്. അതായത് പൂരം കലക്കലുമായി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞു കേട്ട പേരുകളിൽ ഒന്നാണ് ഈ ദത്താത്രേയ ഹൊസബളെ, അതോടൊപ്പം തന്നെ ADGP MR അജിത് കുമാർ കൂടിക്കാഴ്ചയൊക്കെ. അതിൽ A. ജയകുമാറിന്റെ പേരാണ് പ്രധാനമായും ഉയർന്നു വന്നത്. അതിനുശേഷം പക്ഷേ അദ്ദേഹം പ്രതികരിച്ച് കണ്ടിരുന്നില്ല. പക്ഷേ ഇതാദ്യമായി A. ജയകുമാറിന്റെ പ്രതികരണം വരുന്നു. അതിൽ തന്നെ ഈ കൂടിക്കാഴ്ച A. ജയകുമാർ സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. നേരത്തെ PV അൻവർ ഒരു വിവാദം തുടങ്ങി വെച്ചു. ഒടുവിൽ അത് VD സതീശനാണ് ഒരു കൂടിക്കാഴ്ച ഇത്തരത്തിൽ നടന്നു എന്ന് പറയുന്നത്. അതിപ്പോൾ ആ കൂടിക്കാഴ്ചയ്ക്ക് ഇടനില നിന്ന A. ജയകുമാർ തന്നെ അത് നടന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നു. പക്ഷേ അതോടൊപ്പം ചേർത്ത് പറയുന്ന മറ്റൊരു വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് MR അജിത് കുമാർ അല്ല ഈ ഇത്തരമൊരു കൂടിക്കാഴ്ചയിൽ ആദ്യമായി പങ്കെടുത്ത IPS ഉദ്യോഗസ്ഥൻ, മറിച്ച് നിരവധി IAS IPS ഉന്നത ഉദ്യോഗസ്ഥർ ഇത്തരം കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറി മാർ അടക്കമുള്ളവർ RSSന്റെ വിവിധ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് തയ്യാറായിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, നിലവിലിപ്പോൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള ഉദ്യോഗസ്ഥരടക്കം RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും തൻ്റെ ചുമതല ഇത്തരം കൂടിക്കാഴ്ചകൾ സംഘടിപ്പിക്കുകയാണെന്നും അതുമായി മുന്നോട്ട് പോകുമെന്നും പറയുന്നു. ഒപ്പം ഇതിൻ്റെ പേരിൽ നോട്ടീസ് നൽകലും വിളിപ്പിക്കലും ഒക്കെ ആണെങ്കിൽ അതിനായി ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ തുടങ്ങേണ്ടി വരും എന്ന് സർക്കാരിനെ പരിഹസിക്കുകയും ചെയ്യുന്നു. രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ADGP ദത്താത്രേയ ഹൊസബളെ കൂടിക്കാഴ്ച A. ജയകുമാർ സ്ഥിരീകരിക്കുന്നു. ഇതാദ്യമായാണ് അതിനിടനിൽ നിന്നയാൾ എന്ന രീതിയിൽ അത് സ്ഥിരീകരണം ഉണ്ടാവുന്നത്, ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹം മാത്രമല്ല, നേരെ മറിച്ച് ഉന്നതരായ ഇപ്പോഴും സേവനമനുഷ്ഠിക്കുന്ന IPS IAS ഉദ്യോഗസ്ഥരും മുൻ ചീഫ് സെക്രട്ടറിമാരുടെ കാര്യമാണ് പറയുന്നത് അടക്കം കണ്ടിട്ടുണ്ട് എന്നും കൂട്ടിച്ചേർക്കുന്നു. S. ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.